ഹലോ! അടുത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കൊല്ലാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കുന്ന നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ട്ടോ. അപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയി. അത് സർവ്വസാധാരണമാണല്ലോ. എന്താ അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഓണാക്കിയില്ല ഗായ്സ്. അതാണ് അബദ്ധം ട്ടോ. എങ്കിലും സാരമില്ല, ഞാൻ പറഞ്ഞു തരാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ട്ടോ. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും ഇടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കുറച്ച് മതി കേട്ടോ. അത് കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴഞ്ഞ് വരുന്ന സമയത്ത് വെള്ളം അങ്ങ് ആവശ്യത്തിനുള്ളത് ഒഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്, പോളി. ഇനി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങ് റെഡിയായിട്ട് വരുമ്പോഴേക്കും നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അങ്ങ് വറുത്ത് കോരാം. ഇതാ അണ്ടിപ്പരിപ്പ് വറവറ. ഇനി അടുത്ത് മുന്തിരി വറുത്തെടുത്ത് കേട്ടോ. ഇതൊക്കെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് കൂടി അങ്ങ് പീസാക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് കൂടി ക്യാരറ്റും അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെന്താണ് മല്ലിയില ഇത്രയും അതിന് മുകളിലോട്ട് അങ്ങ് തൂവുക. ഇനി ആ വറുത്ത് കോരി മാറ്റിയ നെയ്യ് ഉണ്ടല്ലോ അല്ലേ, ആ നെയ്യ് കൂടി അതിൽ ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കണം കേട്ടോ. നെയ്ച്ചോറാണല്ലോ, അപ്പം നെയ്യ് വേണമല്ലോ. അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 ഭാഗം വേവാവുന്ന സമയത്ത് നമുക്കങ്ങ് ഇറക്കണം കേട്ടോ. ഫുള്ളായിട്ട് വേവിച്ചെടുക്കരുത്. അപ്പോൾ ഒരു 3/4 ഭാഗം വേവാവുന്ന സമയത്ത് നമ്മൾ അടുപ്പിൽ നിന്നും അങ്ങ് മാറ്റി അങ്ങ് വെക്കുക. ഇനി നമുക്ക് ദമ്മിടൽ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടുപ്പത്ത് കനൽ കിടക്കുന്നുണ്ട്. ആ കനലെടുത്ത് അതിന് മുകളിലോട്ട് അങ്ങ് ഇടുക. അപ്പോൾ അതിൽ കിടന്നങ്ങ് ബാക്കി അങ്ങ് വെന്തോളും. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേ അടുപ്പത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ കറി കൂടി ഉണ്ടാക്കാം. ഇന്നത്തെ ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ട്രിക്കാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഇതാ എണ്ണയൊക്കെ ഒഴിച്ച് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇട്ടു, പച്ചമുളക് ഇട്ടു, സവോള ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി അങ്ങ് എടുക്കുക. കുനുകുനാ അരിഞ്ഞ സവോള, കുറച്ച് ഉപ്പ് കൂടി ഇങ്ങിട്ട് കൊടുക്കുക കേട്ടോ. ബാലൻസിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി അങ്ങ് ഇടണം കേട്ടോ. അധികം ആവരുത് കേട്ടോ, ചായയല്ല കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് അങ്ങ് സവോളയൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക കണ്ടോ. ഇനി നമ്മൾ ഇതിലിടാൻ പോകുന്നത് ഗരം മസാല പൊടിയാണ്. കണക്കൊന്നും ഇല്ല കേട്ടോ, നമുക്കൊരളവ് അറിയുമല്ലോ. അതിന് അനുസരിച്ചിട്ടങ്ങ് ഗരം മസാല പൊടി അങ്ങ് ഇടുക, ഇളക്കി കൊടുക്കുക. ഇനി അടുത്തത് ചിക്കൻ മസാലയാണ്. ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അതുകൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കൽ. ഓക്കെ. ഇനി ഇതിലൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ മല്ലിപ്പൊടി ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് മഞ്ഞൾപ്പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് മുളക് പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കേട്ടോ. ഇനി ഇതിൽ കളർ അത്ര പോരാ തോന്നി, അപ്പോൾ കാശ്മീരി മുളക് പൊടി കൂടി കുറച്ച് അങ്ങിടുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി അങ്ങ് കൊടുക്കുക കണ്ടോ. ഇനി ഞാനിതാ ട്രിക്ക് പറഞ്ഞുതരാം. ഇത് നമ്മൾ നേരത്തെ തന്നെ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ച് ഒരു 2-3-4 വിസിലിട്ടെടുത്താണ് കേട്ടോ. ഇതിനകത്തോക്കി അങ്ങ് കൂട്ടുക. ഇത് കിഴങ്ങ് കറിയല്ല. ഓക്കെ, ഈ കിഴങ്ങിന് നമ്മൾ ഈ കറിയിൽ നന്നായിട്ട് അങ്ങ് ഉടച്ച് മിക്സ് ആക്കണം. അപ്പോൾ ഫൈനലി ഈ കിഴങ്ങൊന്നും ഇതിൽ കാണൂല. പക്ഷെ നല്ല കുറുകിയ കട്ടിയുള്ള ചിക്കൻ കറി നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ കറിക്ക് മാത്രമല്ല കടലക്കറിക്കൊക്കെ നമ്മൾ ഈ മെത്തേഡ് അങ്ങ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു സൂത്രം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10-15ഓളം അണ്ടിപ്പരിപ്പ് കേട്ടോ. അത് വേണമെങ്കിലാണേ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിൽ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചങ്ങ് കൊടുക്കുക. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി കണ്ടോ. സൂപ്പറല്ലേ, കഴിക്കാൻ തോന്നുന്നില്ലേ. അപ്പോൾ അതുകൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങ് ഇളക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയും നെയ്ച്ചോറും ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ നിങ്ങളെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫൈനലി കുറച്ച് വെളിച്ചെണ്ണ കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ, നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലോട് കൂടി അങ്ങ് അടിക്കണം കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൈനലി നോക്കിക്കോട്ടോ, ചിക്കൻ കറി, നമ്മുടെ നെയ്ച്ചോറ് കണ്ടോ. എന്ത് ഭംഗി നിന്നെ കാണാൻ എൻ്റെയോ മലാളെ. സൈഡ് ഡിഷായിട്ട്
ഇതാ കച്ചമ്പറ് കൂടി ഉണ്ട്. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലോട്ട് ഞാൻ അങ്ങനെ എടുത്തു. കറിയൊന്നും എടുത്തില്ല കേട്ടോ. അടിപൊളിയായിട്ട് ചോറ് മാത്രം അങ്ങ് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഞാൻ പറഞ്ഞ ട്രിക്കൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരിൽ നിന്നും ഞാൻ ടാറ്റ ബൈ ബൈ പറയുന്നു. നിങ്ങളിൽ ഒരാളായ ഞാൻ എന്നും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഓക്കെ ടാറ്റ ബൈ ബൈ.